തിരുവനന്തപുരം വർക്കല നടയറ പാലമാണ് അപകട ഭീഷണിയിലായിട്ടുള്ളത്. പാലത്തിന്റെ ഇരു സൈഡുകളിലെയും കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്ന് അപകട ഭീഷണിയിലായിട്ട് മാസങ്ങൾ പിന്നിടുന്നു. നിരവധി സ്കൂൾ കുട്ടികളും കാൽനടയാത്രക്കാരും നൂറുകണക്കിന് വാഹനങ്ങളും ഈ പാലം കടന്നാണ് നിത്യേന പോകുന്നത്. കോടികൾ മുടക്കി നിർമ്മിച്ച പാലത്തിന്റെ ശോചനീയാവസ്ഥ മൂലം അപകടങ്ങൾ പതിവാകുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു. പാലത്തിന്റെ ഇരുവശങ്ങളിലും ഉള്ള കോൺക്രീറ്റ് സ്ലാബുകൾ തകർന്ന നിലയിലാണ്. വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിന്റെ കോൺക്രീറ്റുകൾ ഇളകി കമ്പി പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് മൂലം അപകടങ്ങൾ പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച പാലം അന്നത്തെ മന്ത്രിയായിരുന്ന ഡോക്ടർ MK മുനീറായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. വർഷങ്ങൾ കഴിഞ്ഞ് കാലഹരണപ്പെട്ടിട്ടും പാലത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല. കൊല്ലം പാരിപ്പള്ളി വർക്കലയിലെ പ്രധാന റോഡിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥാടന കേന്ദ്രമായ ശിവഗിരിയിലും വിനോദസഞ്ചാര മേഖലയായ വർക്കലയിലും നിരവധി വിനോദസഞ്ചാരികളും തീർത്ഥാടകരും പാലം വഴിയാണ് കടന്നു പോകുന്നത്. കൂടാതെ സമീപത്തെ വിദ്യാലയത്തിലെ നിരവധി വിദ്യാർത്ഥികൾ പാലത്തിന്റെ ഇരുവശങ്ങളിൽ കൂടിയാണ് കാൽനടയായി കടന്നു പോകുന്നത്. ഇതിന്റെ കൈവരികൾ പൂർണ്ണമായിട്ടും ദ്രവിച്ച് കമ്പിയടക്കം ദ്രവിച്ചു പോയിട്ടുള്ളതാണ്. അതുപോലെ ഇരുവശത്തും ഫുള്ള് സ്ലാബുകളും ഏറെക്കുറെയൊക്കെ നശിച്ചുപോയി. ദയവ് ചെയ്ത് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി സ്ലാബുകൾ പുനർനിർമ്മിക്കണമെന്നും സഞ്ചാരയോഗ്യമാക്കണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഈ നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക്. ഒരുപാട് നിരന്തരം ഈ ഇടക്കാലത്ത് ഒരു ആക്സിഡൻറ്റിൽ ഒരു ചെറുപ്പക്കാരനാണ് മരണപ്പെട്ടത്. കാര്യം ഈ കുട്ടികൾ നടന്നു പോകുന്ന കുട്ടികൾ ബസ്സുകൾ വരുമ്പം ഈ നടന്നു പോകാൻ കഴിയാത്ത വിധത്തിൽ റോഡിലേക്ക് ഇറങ്ങും. ബസ് ഒതുക്കി കൊടുക്കുമ്പോൾ ബൈക്കുകാർ ഒതുക്കും, ഡിവൈഡറിലിടിച്ച് നിരവധി അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ ഒരു 100-ലധികം ബൈക്ക് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞു. കോൺക്രീറ്റ് സ്ലാബുകൾ ഉപയോഗിച്ച് നിർമ്മാണം നടത്തിയ നടപ്പാത തകർന്ന നിലയിലാണ്. ഇതുമൂലം കുട്ടികൾക്ക് പോലും കടന്നുപോകാൻ പറ്റാത്ത സാഹചര്യമാണ്. സ്ലാബുകളുടെ തകർച്ച മൂലം പാലത്തിലിറങ്ങിയാൽ വാഹനാപകടം ഉണ്ടാകുന്ന ഭയത്തിലാണ് നാട്ടുകാരെന്ന് നടയറ ജമാഅത്ത് പ്രസിഡന്റ് റഹീം ചരിവിള പറയുന്നു. നിരവധി ആൾക്കാർ ദൈനംദിനം സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നടന്നു പോകുന്ന ഓട വഴി ഓടയുടെ മുകളിൽ കണ്ട് സ്ലാബ് ഇട്ടിരിക്കുന്നത്. സ്ലാബ് എല്ലാം മറിഞ്ഞു വീണു, സ്ലാബ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അതിന്റെ യാത്രയ്ക്ക് അസൗകര്യമായ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ നടന്നു പോകാൻ തന്നെ പറ്റുന്നില്ല. അവിടെ തന്നെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി, പട്ടികള് അവിടെ താവളം അടിച്ചിരിക്കുകയാണ്. എപ്പോഴും ഒരു 10-25-30 പട്ടികൾ അവിടെ കാണാം. കുട്ടികൾക്ക് ഒരു കാരണവശാലും പേടിച്ചിട്ടാണ് ഈ പാലം കടന്നു പോകുന്നത്. ഈ തയ്ക്കാവിന്റെ മുമ്പേ ഇപ്പൊ തന്നെ ഒരു കുട്ടിയെ പട്ടി കടിച്ച് 10-15 പട്ടികൾ കൂടി ഒരു കുട്ടിയെ ആക്രമിക്കുകയും അത് ഹോസ്പിറ്റലിലാണ്. അപ്പൊ അതുപോലെ ഇനിയും ഉണ്ടാവരുത് എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കണം ഇത്. അധികാരികൾ ഇതിന് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്ന് ഈ പരിസരവാസി എന്ന നിലയിലും ജമാഅത്ത് പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പാലം നവീകരിച്ച് അപകട സാഹചര്യം ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഭാരത് വിഷൻ, വർക്കല.